നിൽക്കുന്നത് തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തിനടുത്തുള്ള കാരമട റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഒരുപാട് തമിഴ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. വലിയ തിരക്കുകളൊന്നും ഇല്ലാത്ത റെയിൽവേ സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഇവിടെ ഷൂട്ടിങ് ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത്. കോയമ്പത്തൂർ മേട്ടുപ്പാളയത്തിനടുത്തുള്ള കാരമട റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോട്ട് പോകണം കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഒരുപാട് തമിഴ് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്ത ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ, വളരെ ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. പഴയ ഒരു സിസ്റ്റം തന്നെ, പഴയ രീതിയിലുള്ള കെട്ടിടമാണ്. സിനിമ റെയിൽവേ സ്റ്റേഷൻ കാണിക്കുന്നത് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. വിജയുടെ ഭഗവതി എന്ന സിനിമയും അതുപോലെ വേലായുധം എന്ന സിനിമയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്ത്, റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വിശാലിൻ്റെ ആൺപുളെ അങ്ങനെ പറഞ്ഞിട്ട് പടമുണ്ട്. പ്രഭുവിൻ്റെ ചിന്ന കൗണ്ടർ എന്ന് പറഞ്ഞ പടമുണ്ട്. ഇഷ്ടം പല പടങ്ങളുണ്ട് ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പേര് ഓർമ്മിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കുറേ ആൾക്കാർ അവിടെ ട്രെയിൻ കാത്തിരിപ്പുണ്ട്. പാസഞ്ചർ ട്രെയിനുകൾക്ക് മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ എന്ന് തോന്നുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ട്രെയിൻ വരുമെന്നാണ് അവിടെ തിരക്കെ പറയാൻ കഴിഞ്ഞത്. വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ട്രെയിൻ കാണിച്ചു തരാം. വലിയ തിരക്കില്ല, തിരക്കൊട്ടുമില്ല. കുറച്ചാൾക്കാർ ഇവിടെ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ വന്നിരിക്കുന്നു. കാരമട ഇത് ആനമലയാണോ? അല്ലേ, ആനമലയാണോ? അങ്ങോട്ടോ ഞങ്ങൾ ട്രെയിൻ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഇത് അങ്ങ് ദൂരെ നിന്ന് ചൂളം വിളി കേട്ട് ഉടൻ തന്നെ ട്രെയിൻ എത്തുന്നതായിരിക്കും. മകൻ ട്രെയിൻ കാണുന്നതിൻ്റെ സന്തോഷത്തിലാണ് കേട്ടോ, അതിയായ സന്തോഷമാണ്. എപ്പോഴും ഇയാൾ ട്രെയിൻ എന്ന് പറയും. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും ട്രെയിൻ അടുത്ത് കാണാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ്. നേരത്തെയൊക്കെ ഓടിപ്പോകുന്നതൊക്കെ കണ്ടത്, ഇത്ര അടുത്ത് പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ട്രെയിൻ കാണാൻ പോകുന്നത്. വലിയ സന്തോഷം, ആഹ്ലാദ പ്രകടനം ട്രെയിൻ ഓടിയത്.